പ്രിയമിത്രങ്ങളെ, ബൈബിൾ ആൻഡ് സയൻസ് എന്ന സീരീസ് അവതരിപ്പിക്കുന്നതിൽ ആദ്യത്തെ വീഡിയോ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും തമ്മിലുള്ള അന്തരം ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിൻ്റെ കാരണം ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും സാധാരണ ക്രിസ്തീയ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ്, ശാസ്ത്രം ബൈബിളിലുള്ള എല്ലാ കാര്യത്തെയും തെറ്റെന്ന് തെളിയിച്ചു. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ശാസ്ത്രം എന്നും പറഞ്ഞ് ഇവർ പറയുന്നത് അത് ആക്ച്വലി ഒരു യൂണിറ്റ് അല്ല. ശാസ്ത്രത്തിൽ തന്നെ സിദ്ധാന്തങ്ങളുണ്ട്, ഡേറ്റയുണ്ട്, ഹൈപ്പോത്തേസിസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അല്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞ ഒറ്റ ഒരു യൂണിറ്റ് അല്ല. ഇതെല്ലാം കൂടെ ചേർന്നാണ് ശാസ്ത്രം. അത് രണ്ടായിട്ട് വിഭജിക്കാമെന്ന് ഞാൻ ഓർപ്പിച്ചായിരുന്നു. ഒന്ന് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ, മറ്റൊന്ന് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. എന്നാൽ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കപ്പെടാത്തതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഉപയോഗിച്ചാണ് ക്രമാനുഗതമായിട്ട് സ്ഥാപിക്കപ്പെട്ട വസ്തുതകളിലേക്ക് ശാസ്ത്രം നീങ്ങുന്നത്. ഈ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളെക്കുറിച്ച് പലര് എന്നോട് ഒരു ഉദാഹരണം തരാൻ പറഞ്ഞു. അപ്പം ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം ഇന്നലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതാണ് ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച്. ചൊവ്വ ഭൂമിയുമായിട്ട് ഒത്തിരിയധികം സാമ്യമുള്ളത് കൊണ്ട് ചൊവ്വയിൽ ജീവൻ ഉണ്ട് എന്ന് നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നു. ചൊവ്വയിൽ നിന്ന് വന്ന ഫോട്ടോഗ്രാഫ്സ്, പല ഫോട്ടോഗ്രാഫ്സിൽ നീണ്ട വരകൾ കാണാം, ഡാർക്ക് വരകൾ. ഇത് വെള്ളം ഒഴുകി ഉണ്ടായ വരകളാണെന്നും ഇതിൽ പലത് വെള്ളമൊഴുകുന്ന തോടുകളെ കാണിക്കുന്നെന്നും അങ്ങനെ ചൊവ്വയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ചൊവ്വയിൽ ജീവനുണ്ട് എന്ന് നിരീശ്വരവാദികൾ സാധാരണ അവകാശപ്പെടാറുണ്ട്. എന്ന് മാത്രമല്ല, ചൊവ്വയിൽ ജീവനുണ്ട്, അതുകൊണ്ട് ബൈബിൾ എല്ലാം തെറ്റ്. ആക്ച്വലി ചൊവ്വയിലല്ല, എല്ലാ ഗ്രഹങ്ങളിൽ ജീവനുണ്ടെങ്കിൽ അത് ബൈബിൾ ശരിയോ തെറ്റോ എന്ന് ഉള്ള വിഷയമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം മറ്റ് ഗ്രഹങ്ങളിൽ ജീവനില്ല എന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ സ്ഥാപിക്കപ്പെടാത്ത കാര്യങ്ങൾ വന്ന് നിരീശ്വരവാദികൾ നമ്മളോട് ഇങ്ങോട്ട് ക്ലെയിം ചെയ്യുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചൊവ്വയിൽ നിന്ന് ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുള്ള ആ ഫോട്ടോഗ്രാഫ്സിലുള്ള ഡാർക്ക് വരകളെ കുറിച്ച് ലേറ്റസ്റ്റ് റിസർച്ച് ഇന്നലെ അതിൻ്റെ റിസൾട്ട് വന്നു. ചൊവ്വയ്ക്ക് ചുറ്റിനും പല കൃത്രിമ ഉപഗ്രഹങ്ങൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു. 24 മണിക്കൂറും ഭൂമിയുടെ ടൈമിനനുസരിച്ച് 24 മണിക്കൂറും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാവുന്ന ഈ ലൈറ്റ് ഉപയോഗിച്ച് മാത്രമല്ല, അതല്ലാതെ അൾട്രാ വയലറ്റ് റേസ്, ഇൻഫ്രാറെഡ് റേസ്, മറ്റു പല റേസ് ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഫോട്ടോസ് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ എടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഏകദേശം 70,000 ഫോട്ടോഗ്രാഫ്സിൽ ഇങ്ങനെ കറുത്ത നിറമുള്ള വരകൾ കാണാൻ സാധിക്കും. ഈ വരകൾ ചൊവ്വയിൽ ഒഴുകിയ വെള്ളത്തെക്കുറിച്ചും വെള്ളത്തിൻ്റെ റിസൾട്ടാണെന്നും അതുകൊണ്ട് ചൊവ്വയിൽ ജീവനുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യർ ചൊവ്വയിൽ പോയി ഇറങ്ങുന്നതിന് മുൻപ് അവിടെയുള്ള ജീവികളുമായിട്ട് സമ്പർക്കം ആവശ്യമാണെന്നും അവരോട് സമ്പർക്കം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ചെന്നിറങ്ങി ആ ചൊവ്വയുടെ സർഫേസിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും പരിണാമവാദികളും അവകാശപ്പെടാറുണ്ട്. ഏകദേശം 70,000 ഫോട്ടോഗ്രാഫ്സിലാണ് ഇങ്ങനെയുള്ള ലൈൻസ് കാണാൻ സാധിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു വ്യക്തിക്ക് 7, 70, 700 ഫോട്ടോഗ്രാഫ്സ് ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്നാൽ 7,000 70,000 ആകുമ്പോൾ അത് മനുഷ്യന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് 70,000 ഇങ്ങനെയുള്ള കറുത്ത വരെയുള്ള 70,000 ഫോട്ടോഗ്രാഫ്സിനെ അടുത്തിടയ്ക്ക് പരിശോധിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഇന്ന് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഫോട്ടോഗ്രാഫ്സ് വേണമെങ്കിൽ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ വെള്ളം ഉണ്ട് വെള്ളം ഒഴുകിയതിൻ്റെ തെളിവാണ് എന്ന് പറയുന്ന 70,000 ഫോട്ടോഗ്രാഫ്സിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിഗമനം ഇത് വെള്ളം ഒഴുകിയതിൻ്റെ അടയാളമല്ല, നേരെ മറിച്ച്
കാറ്റ് ഭൂമിയിലുള്ളതുപോലുള്ള ഹെവി ആയിട്ടുള്ള കാറ്റ് ചൊവ്വയിലില്ലെങ്കിലും ചൊവ്വയ്ക്കനുസരിച്ചുള്ളതുണ്ട്. പാസ്റ്റിൽ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം കൊണ്ട് പൊടി പറന്ന് ഉണ്ടായ ഷാഡോ, നിഴലാണ് എന്നുള്ള നിഗമനത്തിലാണ് എത്തിയത്. സോ ശാസ്ത്രത്തിൻ്റെ ലേറ്റസ്റ്റ് നിഗമനത്തിനനുസരിച്ച് ചൊവ്വയിൽ എടുത്ത ഫോട്ടോഗ്രാഫ്സിൽ കാണുന്ന കറുത്ത വര അവിടെ ഒഴുകിയ വെള്ളത്തിൻ്റെ അടയാളമല്ല, കാറ്റിൻ്റെ കാരണം കൊണ്ട് പൊടി പറന്ന് ഉണ്ടായ നിഴലുകളാണ്. ഇതാണ് സിദ്ധാന്തവും സ്ഥാപിക്കപ്പെട്ട വസ്തുതയും തമ്മിൽ ഉള്ള അന്തരം. ഈ കറുത്ത വരകൾ കണ്ടു കഴിഞ്ഞ് അവിടെ ജീവനുണ്ട്, അതുകൊണ്ട് നമ്മൾ ജീവനുണ്ടെങ്കിൽ ജീവികളുണ്ട്, നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയുന്നതും, പ്ലസ് അവിടെ ജീവനുണ്ട് അതുകൊണ്ട് ബൈബിൾ പറയുന്നതൊക്കെ തെറ്റാണ് എന്നുള്ള ഈ അവകാശവാദങ്ങൾ, ഇത് ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുള്ള അവകാശവാദങ്ങളാണ്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കപ്പെടാത്തതായതുകൊണ്ട് അത് ഉപയോഗിച്ച് എന്ത് അവകാശവാദം പറഞ്ഞാലും അതിന് ഒരു വാല്യൂ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ലേറ്റസ്റ്റ് റിസർച്ചിനനുസരിച്ച് ചൊവ്വയിൽ വെള്ളം ഉണ്ട് എന്നുള്ള നിഗമനം തെറ്റായിരുന്നു. നേരെ മറിച്ച് ഈ കറുത്ത ലൈൻസ്, ഈ ചൊവ്വയിൽ കാണപ്പെടുന്ന കറുത്ത ലൈൻസ്, അത് കാറ്റിൻ്റെ കാരണം കൊണ്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് ഈ കറുത്ത ലൈൻസ് ചൊവ്വയിൽ ജീവൻ ഉണ്ട് അല്ലെ ജീവോൽപത്തിക്കുള്ള തെളിവല്ല. മിത്രങ്ങളെ, ശാസ്ത്രത്തിൻ്റെ പേരിൽ നിരീശ്വരവാദികളും യുക്തിവാദികളും വലിയ ക്ലെയിംസ്, അവകാശവാദം കൊണ്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പലായനം ചെയ്യുന്നതിന് പകരം ഒരു മറു ചോദ്യം ചോദിച്ചാൽ മതി. ഇത് ഒരു മാജിക് കീ ആണ്. ആ മറു ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെന്നോ അതോ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണെന്നോ? അവരോട് തന്നെ ചോദിക്കണം. വസ്തുതയാണെന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞെന്നിരിക്കും, എന്നാൽ ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് ഒരു സിദ്ധാന്തമാണ് എന്ന് അതിലൊരു നല്ല ശതമാനം ശാസ്ത്രത്തിൽ അറിവുള്ള ആളുകൾ അതൊരു സിദ്ധാന്തമാണ് എന്ന് സമ്മതിക്കും. അത് മതി. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണെങ്കിൽ പിന്നെ നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഓർത്തിരിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളിൽ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാനീ പറഞ്ഞത് ലേറ്റസ്റ്റ് റിസർച്ചിൽ അധിഷ്ഠിതമാണ്. ഇന്നലെയാണ് ഈ റിസർച്ച് പബ്ലിഷ് ചെയ്ത് വന്ന സയൻസ് ന്യൂസിൽ. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ന്യൂസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രമം വേണം. ഞങ്ങൾ ചെയ്യുന്ന ഈ ശ്രമത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതിനുവേണ്ടി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലസ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ കാണാം, അത് രണ്ടും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ബൈബിൾ ആൻഡ് സയൻസ് സീരീസിൽ ഇനിയും പല വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഞങ്ങൾ എത്രയും വേഗം ഈ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഉള്ള കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.